നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ജൂൺ 15 മുതൽ 30 വരെ ചില നക്ഷത്രക്കാരുടെ ജ്യോതിഷ ഫലമാണ് ഇവിടെ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ വീട് അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധ്യതയുണ്ട്. സമൂഹ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് ആദായം ലഭിക്കുന്നതാണ്. ബാങ്ക് തുടങ്ങിയ പണമിടപാട് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണപരമായ സമയം ആണ്. പല മംഗളകാര്യങ്ങളിലും പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള യോഗവും ഉണ്ട്. റിയാലിറ്റി ഷോകളിൽ കലാകാരന്മാർക്ക് തിളങ്ങുവാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. വ്യാപാര രംഗത്ത് കടുത്ത മത്സരം നേരിടേണ്ടി വരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര സുഹൃത്തുക്കളിൽ നിന്നും ഇഷ്ടജനങ്ങളിൽ നിന്നും അനുമോദനങ്ങൾ ലഭിക്കുന്നതാണ്. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങും. രോഗശമനം എളുപ്പം ലഭിക്കും. എല്ലാ കാര്യങ്ങളും തൻ്റെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുന്ന സമയമാണ് ഇത്. വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കും. സ്വന്തം കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കുവാനുള്ള അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് പരിശീലനത്തിന് വേദി ഉണ്ടാകും. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. അനർഹമായ ആനുകൂല്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. മകയിരം, അര, തിരുവാതിര, പുണർദം, മുക്കാൽ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുവാനുള്ള ഇടയുണ്ട്. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. ശരീരത്തിന് ഊർജ്ജസ്വലതയുണ്ടാകും. നേത്രരോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ്. ദാമ്പത്യ ക്ലേശങ്ങൾ മാറിക്കിട്ടും. ഭാഗ്യം കൊണ്ട് പണം വന്നു ചേരും. അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവാക്കുവാനുള്ള പ്രവണത നിയന്ത്രിക്കണം. ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ശത്രുത വർദ്ധിക്കുവാനുള്ള ഇടയുണ്ട്. കുടുംബത്തിന്റെ അന്തസ്സ് മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. വീടുപണി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം വന്നു ചേരും. നിലവിലുള്ള ബിസിനസ് സംരംഭങ്ങൾ വിപുലപ്പെടുത്തുവാൻ സാധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പുനരാരംഭിക്കും. കിട്ടുവാനുള്ള വസ്തുവോ പണമോ തിരികെ ലഭിക്കും. മാധ്യമപ്രവർത്തകർക്കും പ്രസാധകർക്കും ഗുണമുള്ള സമയമാണ് ഇത്. വൈവാഹിക ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മാറിക്കിട്ടും. വിദേശത്തുള്ളവർക്ക് കുടുംബമൊത്ത് താമസിക്കുവാനുള്ള അവസരം ലഭിക്കും. ചുമതലാബോധം വർദ്ധിക്കും. മകം, പൂരം, ഉത്രം, കാൽ സർക്കാർ ജോലിയുള്ള കാലതാമസം മാറിക്കിട്ടും. മുടങ്ങിക്കിടക്കുന്ന ദേവാലയ വഴിപാടുകൾ നടത്തുവാൻ ഇടവരും. ഭവന നിർമ്മാണത്തിന് ആവശ്യമായ ഊർജിതമായി പ്രവർത്തിക്കും. സഹപ്രവർത്തകരുടെ വിശ്വാസം വീണ്ടെടുക്കും. സർക്കാർ തലത്തിൽ ആദരിക്കപ്പെടും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. അനാവശ്യമായ പിടിവാശികളിൽ നിന്നും മാറി നിൽക്കണം. കടബാധ്യതകൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ചുമതലാബോധം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര സാമ്പത്തിക നിലയിൽ അനുകൂലമായ മാറ്റം അനുഭവപ്പെടും. ക്ഷേത്ര ദർശനത്തിന് അവസരം വന്നു ചേരും. ഉറ്റവരിൽ നിന്നും അകമഴിഞ്ഞ സഹായം ലഭിക്കും. ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കും. അപ്രതീക്ഷിതമായി വിജയസാധ്യത വന്നു ചേരും. സ്ത്രീകൾക്ക് കർമ്മരംഗത്ത് അനുകൂലമായ നേട്ടം ഉണ്ടാകും. ചില തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും. ധനപരമായ വിഷമതകൾക്ക് പരിഹാരം ഉണ്ടാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരം ഉണ്ടാകും. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ സർക്കാർ ജോലിക്കായുള്ള കരുനീക്കങ്ങൾ നടത്തും. കാർഷിക മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കും. കുടുംബപരമായ അനുഷ്ഠാനങ്ങളിൽ പങ്കുകൊള്ളും. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. കൂട്ടുകച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നിവയിലൂടെ ധനലാഭം പ്രതീക്ഷിക്കാം. പ്രണയകാര്യങ്ങളിൽ വിജയിക്കും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. ഏത് കാര്യത്തിലും ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിക്കും. സന്താനങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ വഴി തുറക്കപ്പെടും. വസ്തു വാഹന ഇടപാടുകളിൽ നേട്ടം ലഭിക്കും. മത്സര പരീക്ഷകളിൽ ശരാശരി വിജയം ലഭിക്കുന്നതാണ്. സ്ത്രീകൾക്ക് മേന്മയുള്ള ജോലി ലഭിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ വിജയം പ്രതീക്ഷിക്കാം.
വീട്ടിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകും. സന്താനലബ്ധിക്ക് ചികിത്സ നടത്തുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുന്നതാണ്. വാഹനാപകടങ്ങളിൽ നിന്നും അതിശയകരമായി രക്ഷപ്പെടുന്നതാണ്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടം, കാൽ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി രമ്യതയിൽ പ്രവർത്തിക്കും. നിലവിലുള്ള തൊഴിൽ മേഖല വിപുലപ്പെടുത്തുവാനുള്ള അവസരമുണ്ടാകും. മധ്യസ്ഥ ചർച്ചകളിൽ സജീവ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. ധനപരമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ഇത്. വിദേശാവസരത്തിനും പരീക്ഷാ വിജയത്തിനും യോഗമുണ്ട്. ശുപാർശകളിലൂടെയുള്ള കാര്യങ്ങൾ മാനിക്കപ്പെടും. വായ്പാ സഹായം നിഷ്പ്രയാസം ലഭിക്കും. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. വിശ്വസ്തതയാർന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രശസ്തരാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. കോടതി വ്യവഹാരങ്ങളിൽ വഴിത്തിരിവുണ്ടാകും. മാതാപിതാക്കളുടെ ശുശ്രൂഷയിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. ദേവാലയ ദർശനത്തിന് അവസരം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയമുണ്ടാകും. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ വളരെ കാലമായി മനസ്സിൽ കരുതി വെച്ച കാര്യങ്ങൾ നടക്കുന്നതാണ്. ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ്. കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരുടെ ഇടയിൽ അന്തസ്സും വിശ്വാസ്യതയും ഉയരും. പുതിയ വ്യാപാര കരാറുകളിൽ ഏർപ്പെടും. ധനലാഭത്തിനായി നോക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. പ്രകോപനപരമായ കാര്യങ്ങളിൽ നിന്നും തന്ത്രപൂർവം മാറി നിൽക്കുവാൻ കഴിയും. യാത്രാഗുണം ഉണ്ടാകും. ദേവാലയ ദർശനത്തിന് അവസരമുണ്ടാകും. സംഗീത നൃത്ത കലാസ്വാദനത്തിന് അവസരമുണ്ടാകും. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി പ്രവർത്തന മേഖലയിൽ വിജയിക്കും. പ്രശംസനീയമായ രീതിയിൽ കഴിവ് തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരും. ഉന്നതരുമായിട്ടുള്ള ചങ്ങാത്തം ഗുണം ചെയ്യും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ വിഷമം അനുഭവപ്പെടും. ആദായ വിലയിൽ വസ്തുവോ വീടോ ലഭിക്കുവാനുള്ള ഇടവരും. എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ അശ്രാന്ത പരിശ്രമം ആവശ്യമായി വരും. ദാമ്പത്യ വിജയം സുഖപ്രദമായിരിക്കും. സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച തർക്കത്തിൽ വസ്തുത മനസ്സിലാക്കി പെരുമാറണം. വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമാണ്. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുക.